സംസ്ഥാനത്ത് അതിർത്തി കടന്നെത്തുന്ന മത്സ്യത്തിൽ ക്യാൻസറിനും വൃക്കരോഗങ്ങൾക്കും കാരണമാകുന്ന മാരക രാസവസ്തു അമിത അളവിൽ ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തി. 1 കിലോ മത്സ്യത്തിൽ 60 മില്ലിഗ്രാം വരെ ഫോർമാലിനാണ് ഉപയോഗിക്കുന്നത്. മൃതദേഹം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോർമാലിൻ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മത്സ്യങ്ങളിൽ മൃതദേഹം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിൻ അമിത അളവിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. അമരവിള ചെക്ക് പോസ്റ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയിൽ 6000 കിലോ മത്സ്യത്തിൽ ഫോർമാലിൻ അടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മത്സ്യം നശിപ്പിച്ചു കളയും. അതേസമയം വാളയാറിൽ നിന്ന് പിടിച്ചെടുത്ത 6000 കിലോ മത്സ്യം ഉപയോഗശൂന്യമാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ പേപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. തുടർന്ന് ലാബിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ 1 കിലോ മത്സ്യത്തിൽ 63 മില്ലിഗ്രാം ഫോർമാലിൻ കണ്ടെത്തിയിരുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ ഇവ തിരിച്ചയച്ചു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇവ എത്തിച്ചവർക്കെതിരെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കും. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നവർക്കെതിരെ കർശന നടപടികളെടുക്കുമെന്ന് മന്ത്രി കെ ശൈലജ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി.